ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. കോടാനുകോടി മനുഷ്യർ അനുദിനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ചിലരുടെ പ്രാർത്ഥന ദൈവം ഉടനെ കേൾക്കും. അവർക്ക് അനുഗ്രഹവും സമൃദ്ധിയും ഉണ്ടാകും. ചിലരോട് ദൈവം കാത്തിരിക്കാൻ പറയും. അവരിങ്ങനെ കാത്തിരിക്കുക, എന്നെങ്കിലും ഒരിക്കൽ ദൈവം ഇടപെടും എന്ന പ്രതീക്ഷയോടെ. എന്നാൽ ഏറെ പേരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നതാ സത്യം. ഓർക്കുകയാണ്, ഒരമ്മ ജീവിത പങ്കാളി ജോലി സ്ഥലത്ത് ഒരു ആക്സിഡൻറ്റിൽ തളർന്നു കിടക്കുന്നു. മകൻ ഇടയ്ക്ക് മദ്യപിക്കുന്നുണ്ട്. ആ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ അടുത്ത നാളുകളിൽ അവൻ പിടിക്കപ്പെട്ടു. പോലീസിനാൽ കഞ്ചാവ് കയ്യിൽ സൂക്ഷിച്ചു എന്ന കുറ്റത്താൽ. എന്തേ ഈ അമ്മയുടെ കണ്ണുനീർ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയത്? ഒരു വൈകുന്നേരം ആശ്രമത്തിൽ നിന്നും മറ്റൊരു കുർബാനയ്ക്ക് പുറത്തു പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് തടഞ്ഞു നിർത്തി ഒരു വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, വീട്ടിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല. കെട്ടിവന്ന മകള് കുഞ്ഞിനെപ്പോലും താലോലിക്കുവാനായിട്ട് എനിക്ക് അവസരം തരുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ടൊരു ദിവസമായി. ഇനിയുള്ള ശിഷ്ടകാലം ജീവിക്കുവാൻ ഒരു വൃദ്ധസദനം എനിക്ക് വേണ്ടി ഒരുക്കി തരുമോ? എന്തേ ഈ അപ്പച്ചൻ്റെ കണ്ണുനീർ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയത്? ഓർക്കുകയാണ്, എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചു പറഞ്ഞു അവന് ക്യാൻസർ ആണെന്ന് പ്രാർത്ഥിക്കണമെന്ന്. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 1-2 വർഷം അവൻ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നുപോയി. എന്നാൽ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവൻ സൗഖ്യപ്പെട്ടില്ല, അവൻ മരിച്ചു. എന്തേ അവൻ്റെയും എൻ്റെയും പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയത്? സങ്കീർത്തകൻ 10:1. എന്തുകൊണ്ടാണ് ദൈവമേ നീ അകന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ കഷ്ടകാലത്ത് നീ മറന്നിരിക്കുന്നത്? ഈ സങ്കടം സങ്കീർത്തകൻ്റെ മാത്രമല്ല, ഒരുപാട് മനുഷ്യരുടെ വേദനയാണ്. ആ വേദനയോടൊപ്പം എൻ്റെ വ്യക്തിപരമായൊരു സങ്കടം കൂടി ഞാൻ ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നോവിഷ്യറ്റിൽ അവിടെയായിരുന്നപ്പോൾ വീട്ടിൽ നിന്നും ഒരു ഫോൺ വന്നു. എൻ്റെ അപ്പച്ചൻ കരൾ സംബന്ധമായ രോഗം മൂലം മെഡിക്കൽ ടെസ്റ്റിൽ അഡ്മിറ്റാണെന്ന്. നവീസ് മാസ്റ്റർ പോയി കാണുവാൻ അനുവദിച്ചു. അങ്ങനെ ചെന്നു. അവിടെ അപ്പച്ചൻ AC വാർഡിൽ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ആ തണുത്ത മുറിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ നൊവിഷ്യറ്റ് തീരാറായി, എൻ്റെ പ്രഥമവിധ വാഗ്ദാനമാണ്. ആ സമയത്ത് എന്നോടൊപ്പം എൻ്റെ ഇടത്തും വലത്തും എൻ്റെ അപ്പച്ചനും അമ്മയും വേണം. അതിനാൽ എൻ്റെ അപ്പച്ചനെ സൗഖ്യപ്പെടുത്തണം. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുനീര് ആ മാർബിൾ തറയിൽ വീണിട്ടുണ്ട്. കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ നൊവിഷ്യറ്റിലേക്ക് വന്നു. രാത്രി ആയപ്പോൾ മറ്റൊരു ഫോൺ, എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയെന്ന്. എന്തേ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയത്? അന്ന് രാത്രി എനിക്കുറങ്ങാനായില്ല. ഒരുപാട് വൈകി അസ്വസ്ഥതയോടെ ഞാൻ മുറിയിൽ ലൈറ്റിട്ടു ബൈബിൾ തുറന്ന് വായിച്ചു. അപ്പോൾ എൻ്റെ സങ്കടത്തിനൊരു ഉത്തരം കിട്ടി. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന മാത്രമല്ല, ദൈവം സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കാതെ പോയ പുസ്തകമാണ് ബൈബിൾ. അന്ന് രാത്രി ഞാൻ വായിച്ചത് 2 കൊറിന്ത്യസ് 12-ാം അധ്യായമാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ മുള്ളെടുത്ത് മാറ്റണമേ എന്ന്. 1 അല്ല 3 വട്ടമാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ടും ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ഈ പൗലോസ് അപ്പോസ്തലൻ ആരാ?
ഏറ്റവും തീഷ്ണതയോടെ ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി യൂറോപ്പിൻ്റെ അതിർത്തിയോളം കടന്നുപോയവനാ. പുതിയ നിയമത്തിലെ ഏറെക്കുറെ ലേഖനങ്ങൾ എഴുതിയവനാ. അനുദിനം പ്രാർത്ഥിച്ചവനാ. ഭൂമിയിലായിരിക്കെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഭാഗ്യം കിട്ടിയവനാ. പ്രാർത്ഥനയെക്കുറിച്ച് നിരവധി പ്രഘോഷണങ്ങൾ നടത്തിയവനാ. എന്നിട്ടും അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. പകരം ദൈവം അവനോട് പറഞ്ഞു, നിന്റെ മുള്ള് അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്കെൻ്റെ കൃപ മതി. അപ്പോൾ കൃപയിലാണ് കാര്യം. നമ്മളൊക്കെ അനുദിനം പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. അനുഗ്രഹവും കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അനുഗ്രഹം താൽക്കാലികമാണ്. രോഗം മാറാൻ നാം പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ സൗഖ്യം കിട്ടിയേക്കാം, എന്നാൽ വീണ്ടും രോഗത്തിലേക്ക് നാം വീണു പോയേക്കാം. മദ്യപാനശീലം മാറുവാൻ നാം പ്രാർത്ഥിച്ചേക്കാം, 1-2 വർഷം അവൻ മാനസാന്തരപ്പെട്ടേക്കാം, പക്ഷേ വീണ്ടും ആ ബലഹീനതയിലേക്ക് അവൻ വീണു പോയേക്കാം. എന്നാൽ കൃപ എന്ന് വെച്ചാൽ എന്താ? ദൈവവുമായിട്ടുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൻ്റെ അടയാളവാക്ക കൃപ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൃപയ്ക്ക് വേണ്ടിയാണ്. അനുദിന ജീവിതത്തിലെ സുഖത്തിനും സൗന്ദര്യത്തിനും ആർഭാടത്തിനും വേണ്ടിയല്ല, കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിവ്യകാരുണ്യ നടയിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഓർക്കുകയാണ്, ഒരമ്മ വർഷങ്ങൾക്ക് മുമ്പ് കൗൺസിലിങ്ങിന് വന്നതാ. ലിസി എന്നാണ് പേര്. ഫോർട്ട് കൊച്ചിയിലാണ് അവരുടെ വീട്. അവർ അവരുടെ ജീവിതം പങ്കുവെച്ചു. 7 മക്കളിലെ ഏറ്റവും ഇളയ മകൾ. ഒരുപാട് ഭക്തിയും തീഷ്ണതയുമുള്ള കുടുംബം. കഴുത്തിൽ സ്വർണ്ണമാല ധരിക്കില്ല, ജപമാല മാത്രം. പഠിക്കാൻ പോകുമ്പോൾ ക്ലാസ്സിനിടവേളയിൽ പോലും തൊട്ടടുത്തുള്ള ഉണ്ണീശ്വര പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന പെൺകുട്ടി. അവൾക്കൊരാഗ്രഹമുണ്ടായി, ഒരു സമർപ്പിതയാകണം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പോകാനൊരു ആത്മധൈര്യമില്ല. ഇത്രയ്ക്കും ത്യാഗം നിറഞ്ഞൊരു ജീവിതം എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അത് ഉപേക്ഷിച്ചു. പിന്നെ ടീച്ചറാകാനായിരുന്നു ആഗ്രഹം. സെൻറ്റ് തെരേസാസ് കോളേജിൽ BA പഠിക്കുന്ന സമയത്ത് ചിക്കൻ ബോസ് വന്നു. പരീക്ഷ നന്നായിട്ട് എഴുതാനായില്ല. അതോടെ ആ സ്വപ്ന പ്രാർത്ഥനയും അവസാനിച്ചു. പിന്നെ ആഗ്രഹിച്ചത് നല്ലൊരു ജീവിത പങ്കാളിയെ വേണം. അയാൾ കറുത്തതോ അംഗവൈകല്യമുള്ളവനോ ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ ദൈവഭയമുള്ളവനാകണം, നന്മയെ ജീവിക്കുന്ന ഒരാളാകണം എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു കല്യാണാലോചന വന്നു. ആ ചെറുപ്പക്കാരൻ്റെ ജോലി ഗുജറാത്തിലാണ്. എല്ലാവരും പറഞ്ഞു നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന്. അത് മാത്രം മതിയായിരുന്നു. അവൾ സമ്മതിച്ചു. വിവാഹം നടന്നു. പിന്നെ ഗുജറാത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഇവൾക്ക് മനസ്സിലായത് ഇയാൾക്ക് ജോലി സ്ഥലത്ത് ഒരു മോശം ബന്ധമുണ്ടെന്ന്. തകർന്നു പോയി. ആ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പിന്നെ പ്രാർത്ഥനയായി. എന്നും പ്രാർത്ഥിക്കും. അതിഥികൾ വീട്ടിൽ വരുമ്പോൾ അവർ കാണാതിരിക്കുവാൻ ബാത്റൂമിൽ പേപ്പർ വിരിച്ച് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത പങ്കാളി. സ്വന്തം ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എല്ലാ ദിവസവും നൊവേനകൾ ചെല്ലും. തിങ്കളാഴ്ച സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ നൊവേന, ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണിസിൻ്റെ നൊവേന, ബുധനാഴ്ച ഔസ്യപിതാവിൻ്റെ നൊവേന, വ്യാഴാഴ്ച യൂദാ തദേവുസിൻ്റെ നൊവേന, വെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ നൊവേന, ശനിയാഴ്ച പരിശുദ്ധ മാതാവിൻ്റെ നൊവേന. എന്നും ജപമാലകൾ. എന്നിട്ടും അയാൾ മാനസാന്തരപ്പെടുന്നില്ല. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ജോലി ഗൾഫിൽ തരപ്പെട്ടു. ഇൻ്റർവ്യൂവിന് പോവുക. വഴിമധ്യേ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഏതോ കള്ളൻ മോഷ്ടിച്ചു. തിരികെ വന്നിട്ട് ഉഗ്രകോപത്തോടെ ആ ഭാര്യയുടെ താലിമാല പൊട്ടിച്ചെടുത്തിട്ട് പറഞ്ഞു, നീ വന്നതോടെയാ എനിക്ക് ദുരന്തം വന്നത്, എനിക്ക് നിന്നെ വേണ്ട, പോ. ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് അവൾ നാട്ടിലേക്ക് തിരികെ പോകുന്നത്. ഈ അമ്മ ഈ സങ്കടം എന്നോട് പങ്കുവെച്ചപ്പോൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഞാനിങ്ങനെ വിറങ്ങലിച്ച് നിന്നപ്പോൾ ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത്? എൻ്റെ ഒരു പ്രാർത്ഥനയും ദൈവം കേട്ടിട്ടില്ല. പക്ഷേ എനിക്കതിൽ സങ്കടമില്ല.
എൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ എന്നെ ദൈവത്തിൻ്റെ പ്രിയ മകളാക്കി മാറ്റിയിട്ടുണ്ട്. എനിക്കത് മതി. എൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ എന്നെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാക്കി മാറ്റിയിട്ടുണ്ട്. എനിക്കത് മതി. ഈ അമ്മ കൃപ നിറഞ്ഞൊരമ്മയല്ലേ? പ്രാർത്ഥന കേൾക്കപ്പെടാതിരിക്കുമ്പോഴും ജീവിതത്തിൽ അനുദിനം സഹനം വരുമ്പോഴും ദൈവത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും കഴിയുന്നവരുടെ പേരാ കൃപ നിറഞ്ഞവർ. പരിശുദ്ധമ്മ കൃപ നിറഞ്ഞൊരമ്മയാ. അമ്മയുടെ മുമ്പിലേക്ക് ഗബ്രിയ ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞില്ലേ, കൃപ നിറഞ്ഞവള് നിനക്ക് സ്വസ്തിയെന്ന്. കൃപ നിറഞ്ഞ അമ്മ തന്നെയാ മേരി. അതിൻ്റെ അർത്ഥം അമ്മയുടെ ജീവിതത്തിൽ സഹനങ്ങളൊന്നും ഉണ്ടായില്ലെന്നല്ല, സഹനം മാത്രമായിരുന്നു. സ്വന്തം മകന് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ഒരുപാട് വേദനകളുടെ, സഹനങ്ങളുടെ, തിക്താനുഭവങ്ങളുടെ കാൽവരിയേറിയ അമ്മയാണ് കന്യകാമേരി. എന്നിട്ടും അമ്മയും ദൈവവും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടില്ല. കാരണം അമ്മയ്ക്ക് കൃപയുണ്ടായിരുന്നു. നമുക്ക് ഈ നിമിഷം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ നാഥനിലേക്ക് നമുക്കൊന്ന് നോക്കാം. വേണമെങ്കിൽ നമുക്ക് അനുദിന ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ഓർത്ത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവിടത്തോട് പ്രാർത്ഥിക്കാം. എന്നാൽ അവിടുന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് കൃപയാ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പൗലോസ് അപ്പോസ്തലനോട് നീ പറഞ്ഞില്ലേ, ആ മുള്ള് അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്കെൻ്റെ കൃപ മതിയെന്ന്. ഞങ്ങൾക്കുമുണ്ട് ഒരുപാട് സഹനങ്ങളുടെ, വേദനകളുടെ, തിക്താനുഭവയുടെ മുള്ളുകൾ. നീ അതവിടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റെടുക്കുവാനും നിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുവാനുമുള്ള വിശ്വാസത്തിൻ്റെ ദൃഢത ഞങ്ങൾക്ക് തരണമേ. നമുക്കിപ്പോൾ ആലപിക്കാം, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വർഷിക്കപ്പെടണമേ എന്ന്. കൃപമതി, കൃപമതി, അളവില്ലാത്ത നീ കൃപമതി, 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 അളവില്ലാത്ത നീ കൃപമതി. പഴയ നിയമത്തിൽ 2 സാമുവേൽ 12-ാം അധ്യായത്തിൽ പൗലോസിനെ പോലെ മറ്റൊരു മനുഷ്യനെ കാണുന്നു. ദാവീദാണ്. അവനും പ്രാർത്ഥിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിന് വേണ്ടി ദൈവത്തോട്. ബത്ശേബയുമായുള്ള പാപത്തിൽ നിന്നും ജനിച്ച കുഞ്ഞ അവനെ ദൈവം തിരികെ എടുക്കുമെന്ന് പറഞ്ഞു തന്നുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ആ പിതാവ് 7 ദിവസമാണ് പ്രാർത്ഥിക്കുന്നത്. ഉപവസിച്ച് രാത്രിയിൽ നിലത്ത് കിടന്നവൻ പ്രാർത്ഥിക്കുന്നു, തൻ്റെ കുഞ്ഞിനെ തിരികെ തരണമേ എന്ന്. എന്നാൽ ദൈവം ആ പിതാവിൻ്റെ പ്രാർത്ഥന കേട്ടില്ല. 7-ാം ദിവസം സേവകൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞ് മരിച്ചുവെന്ന്. ആ ദുഃഖവാർത്ത കേട്ടപ്പോൾ ദാവീദ് എഴുന്നേറ്റു. മുഖം തുടച്ച് കുളിച്ച് സുഗന്ധതൈലം പൂശി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അവൻ ദേവാലയത്തിലേക്ക് ചെന്നിട്ട് ദൈവത്തെ ആരാധിക്കാൻ ആരംഭിച്ചു. തൻ്റെ പ്രാർത്ഥന കേൾക്കാനിരുന്നിട്ടും തൻ്റെ മകനെ തിരികെ എടുത്തിട്ടും ആ പിതാവ് ദൈവത്തിൻ്റെ നടയിൽ ആരാധന നടത്തി. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ തീഷ്ണതയ്ക്ക് വേണ്ടിയാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. കൃപമതി, കൃപമതി, അളവില്ലാത്ത നീ കൃപമതി, 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 അളവില്ലാത്ത നീ കൃപമതി. ഒരുപാട് സങ്കടങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ദിവ്യകാരുണ്യ നാഥൻ്റെ
നടയിലായിരിക്കുന്നത്. കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. രോഗങ്ങൾ, കടക്കണി, കുടുംബജീവിതത്തിൽ വിള്ളലുകൾ, മക്കൾ വഴിതെറ്റിപ്പോകുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്നുണ്ടാകാം. പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞതുപോലെ ദൈവമിതാ നിങ്ങളോടും പറയുന്നു, ആ മുള്ള് അവിടെ ഇരുന്നു കൊള്ളട്ടെ, നിങ്ങൾക്ക് എൻ്റെ കൃപ മതി. കൃപ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൻ്റെ അടയാളവാക്ക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുടെ, വേദനകളുടെ മുള്ളുകൾ പേറിയ ഞങ്ങൾ അനുദിന ജീവിതം മുന്നോട്ട് നയിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മുള്ളെടുത്ത് മാറ്റാൻ. നീ അത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ മുള്ളിൻ്റെ വേദന വഹിക്കുവാനുള്ള കരുത്ത്, കൃപ ഞങ്ങൾക്ക് തരിക. ഒരിക്കൽ കൂടി ഈ ആരാധനയുടെ ഈരടികൾ നമുക്ക് ആലപിക്കാം. കൃപമതി നിൻ കൃപമതി, അളവില്ലാത്ത നിൻ കൃപമതി, കൃപമതി നിൻ കൃപമതി, അളവില്ലാത്ത നിൻ കൃപമതി. കരുണയുടെ ഉടയവനായ തമ്പുരാനെ, നീ അറിയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായി കൃപ തന്നെയാണ് വേണ്ടതെന്ന്. സഹനം ഞങ്ങളുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നീ ഒരുക്കുന്ന കൃപ തന്നെയാണെന്ന് തിരിച്ചറിയുവാനുള്ള വെട്ടം ഞങ്ങൾക്ക് തരിക. ഈ അനുദിന ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ, ഞങ്ങളുടെ ശരീരത്തിലെ വേദനാനുഭവത്തിൻ്റെ മുള്ളുകളെ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ കൃപ ഞങ്ങൾക്ക് തരിക. ആ പ്രാർത്ഥനയോടെ ദിവ്യഗാനനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരമെന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരമെന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരമെന്തോ നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരമെന്തോ നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ.